ഹലോ ഹായ്. ഞാൻ സാധാരണ കപ്പിളിനെ വെച്ചിട്ട് ഒരു കാഷ്വൽ ടോക്കാണ് എടുക്കൽ. ഇന്നിവിടെ കാഷ്വൽ ടോക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെയാണ്. ഞാനും മോളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. മോളങ്ങൾക്ക് പരിചയമുണ്ടാവും, ദിയ. പിന്നെ ഞങ്ങൾ വലിയൊരു സന്തോഷ ഒരു ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞു. കുറേ ആൾക്കാരെ ഫങ്ഷന് ക്ഷണിച്ചിരുന്നു. കുറേ ആളുകളെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ക്ഷമിക്കുക. പിന്നെ ഈ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം നിറവേറ്റിയിട്ട് അതിനകത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് ഞങ്ങളിനി പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു 9 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ ഈ വീടിൻ്റെ ഒരു പ്ലാൻ. അവിടുന്ന് അങ്ങോട്ടേക്ക് ഓരോ സമയങ്ങളിലും വീടിൻ്റെ സ്ട്രക്ചറായിട്ടും അത് കഴിഞ്ഞ് തേപ്പൊക്കെ കഴിഞ്ഞ് ഫ്ലോർ വർക്ക് വരെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വേറൊരു വീട് യാദൃശ്ചികമായി എടുക്കേണ്ടി വന്നു. അത് 2020 നമ്മൾ എടുത്തത്. പിന്നെ അതിന് ശേഷം ഒരു 5-5.5 വർഷം ആ വീട്ടിലായിരുന്നു താമസം. അപ്പോൾ ഈ ഒരു 5.5 വർഷക്കാലം ഞങ്ങൾ ഈ വീടിൻ്റെ പണി കുറച്ചായിട്ട് എടുത്ത് അങ്ങനെ പോകുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ആ വീട് കുടിയിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ സപ്പോർട്ട്, സഹകരണം ഞങ്ങൾക്ക് വീടിനുണ്ടായിട്ടുണ്ട്. ഓരോ ആളുകളെ പേരെടുത്ത് പറയാനായിട്ട് സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. എല്ലാ ആൾക്കാരെയും വളരെ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വീട്, ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് വന്ന ആൾക്കാർ നല്ലൊരു അഭിപ്രായത്തിലേക്ക് എത്തിക്കാനും അവരുടെ നല്ലൊരു അഭിപ്രായം കേൾക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ ഹൗസ് വാമിങ് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ കളറാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിന് ഞങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇവൻ്റ് ചെയ്ത ആഷിഖാണ്. ഇവൻ്റിലെക്സ് വെഡ്ഡിങ് കമ്പനി മണ്ണാർക്കാടാണ് ഞങ്ങളുടെ ഇവൻ്റ് ചെയ്തു തന്നത്. ആഷിഖിനോട് ഞാൻ ഒരുപാട് വർഷം മുമ്പെല്ലാം പരിചയമുണ്ട്. ആഷിഖ് ഞാനൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ക്ലയൻറ്റ് നമ്മളോട് ഇവൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ടീമിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മടിയും കൂടാതെ നമ്പർ കൊടുക്കുന്നത് ആഷിഖിൻ്റെത് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ആഷിഖ് അത് അത്രയും നന്നായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷന് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ആഷിഖിനെയാണ് വിളിച്ചത്, ഇങ്ങനെ ഒരു ഹൗസ് വാമിങ് ഉണ്ട് എന്ന്. ആഷിഖ് ഇവിടെ വന്ന് പരിസരമൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾ വളരെ എന്താ പറയുക, നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ആംബിയൻസാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പക്ഷേ ആഷിഖ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു പരിസരത്തൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്കത് ക്രിയേറ്റ് ചെയ്തത്. അത് എല്ലാം കൊണ്ടും, അതായത് ഭക്ഷണം കൊടുക്കുന്ന അവിടെയാണെങ്കിലും ആളുകൾ വരുന്ന അവിടെയാണെങ്കിലും വെൽക്കം ചെയ്യുന്ന അവിടെയാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ എന്താ പറയുക, ഒരു ലക്ഷറി ഫീലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ എന്നോടൊന്നും ചോദിക്കാതെ തന്നെയാണ് അവനത് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ, ഈ ഒരു ഹൗസ് വാമിംഗ് ആണെങ്കിലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ആ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിട്ട് ഭയങ്കര തിരക്കായിരിക്കും, ഓരോ കാര്യത്തിലും ഇൻവോൾവ് ആവേണ്ടി വരും. പക്ഷേ ഇവൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എന്നോട് ആഷിഖ് പറയുന്നത്, ജസീർക്ക് അതിനോട് ഒന്നും പേടിക്കണം, ഞാൻ ഏറ്റെടുത്ത കാര്യം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തുതരും, ആ കാര്യത്തിൽ നിന്നൊരു ടെൻഷനും വേണ്ടെന്നാണ്. പക്ഷേ അത് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എക്സ്ട്രീമിലി പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടിപൊളിയാക്കി തന്നപ്പോൾ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ആഷിഖിനോടാണ്. ആഷിഖിനോട് ഒരുപാട് നന്ദി പറയാണ്, ഇത്രയും നല്ല രീതിയിലേക്ക് ഒരു ഇവൻറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നതിന്. ഇവൻ്റിലെക്സ് വെഡ്ഡിങ് കമ്പനി മണ്ണാർക്കാടാണ് അത് ചെയ്തു തന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വീട് മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കുക, നമ്മളതിലേക്ക് ക്ഷണിച്ച അതിഥികളെ ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭക്ഷണം ഇതേപോലെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ ആളുകളും ഒറ്റ സ്ഥലത്തിൽ പറയുന്ന മുബാറക്ക് കാറ്ററിംഗ് കമ്പനിയാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്നത്. അപ്പോൾ മുബാറക്ക് ഖാനോട് ഞങ്ങളൊരു പ്രത്യേക നന്ദി പറയാണ്. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ആവശ്യമായിട്ടുള്ള വീടിനെ ആളുകളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് വീടിന് ലൈറ്റ് ചെയ്തു തന്ന ആൾക്കാർ, അനു ലൈറ്റ് ആൻഡ് സൗണ്ടത്തെ കാക്കുവാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. പിന്നെ ജബ്ബാറായിരുന്നു അതിൻ്റെ ഫുൾ കോർഡിനേഷൻ ചെയ്തിരുന്നത്. നമ്മുടെ എൻട്രൻസും അതേപോലെ ഭക്ഷണത്തിൻ്റെ അവിടുത്തെ ഒരു ലൈറ്റിംഗ് ആംബിയൻസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്തു തന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഇവൻറ്റിലേക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സുകൾ ഡ്രസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത് മെഹനാസാണ്. അതായത് പെരിന്തൽമണ്ണയിലുള്ള മെഹനാസാണ്. അപ്പോൾ അവരോട് സ്പെഷ്യൽ താങ്ക്സ് പറയണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊന്നും ഇട്ടിട്ടൊന്നും ആളുകളങ്ങനെ വെൽക്കം ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ കുട്ടികളുടെ ഒരു നിർബന്ധമായിരുന്നു ഫംഗ്ഷൻ നല്ല രീതിയിലുള്ള ഒരു ഡ്രസ് കോഡൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഡ്രസ് കോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മെഹനാസ്, തൻ്റെ പേരെന്താ, ബാനു. അപ്പോൾ ബാനുവിനോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. കാരണം ഞങ്ങളുടെ ഈ വന്ന ആളുകൾക്കൊക്കെ പറയേണ്ടായിരുന്നത് കോസ്റ്റ്യൂം ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ട്
ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊന്നും ശരിക്കും ആണുങ്ങൾക്ക് അങ്ങനെ വല്ലാണ്ടൊരു ഇതാവില്ല. പക്ഷേ നമുക്ക് വളരെ ആപ്റ്റായ രീതിയിൽ അത് മേക്ക് ചെയ്ത് തന്നതിന് മെഹനാസ് ബാനുവിനോടൊരു പ്രത്യേക നന്ദി പറയാണ്. പിന്നെ അതേപോലെ തന്നെ മക്കളുടെ മേക്ക് ഓവർ ചെയ്ത ആൾക്കാർ ഓസ്ര മേക്ക് ഓവറാണ് മേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേക താങ്ക്സ് പറയാണ്. പിന്നെ വേറെ സ്പെഷ്യലായിട്ട് എന്താണ് പറയാനുള്ളത്? പിന്നെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ഓരോ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഞങ്ങൾ വിട്ടുപോയ ആൾക്കാരും ഉണ്ട്. പക്ഷേ വിട്ടുപോയെങ്കിലും അതിൻ്റെ വിഷമമൊന്നുമില്ലാതെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ച ആൾക്കാരുണ്ട്. അതേപോലെ പിന്നെ പങ്കെടുത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇവൻ്റ് മനോഹരമായിട്ട് കവർ ചെയ്ത നമ്മളുടെ ടീം ക്യാപിറ്റൽ തിയേറ്റർ ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കേണ്ട ഒരു ഇതില്ല. പിന്നെ ഞാൻ പിള്ളേരോട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിന് ഔട്ട്പുട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ആളുകൾക്ക് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കൊടുങ്ങല്ലൂർ ആ ഭാഗത്തുള്ള ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം തന്നെ നല്ല ക്ലിയർ ആയിട്ട് അത് ചെയ്തു തന്നു. എല്ലാ ആളുകൾക്കും സ്പോട്ടിൽ തന്നെ QR കോഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെന്താണ് ഇനി പറയാനുള്ളത്? അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതൊരു നോമ്പിൻ്റെ മുന്നേ ഇത് ഹൗസ് വാമിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നോമ്പിൻ്റെ മുന്നേ ഹൗസ് വാമിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട് മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെ നമ്മൾ പറഞ്ഞ സമയത്തിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കട്ട വിരിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഇൻ്റർലോക്ക് ഇടേണ്ട ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലൊക്കെ ഫ്ലോർ ഇടേണ്ട സംഗതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ മാക്സിമം നമ്മളോട് സപ്പോർട്ട് ചെയ്തു. നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ചെയ്തെന്നു. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടീമില്ലെങ്കിലും നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് മേക്ക് ചെയ്ത് തന്നത് നമ്മളെ സുഹൃത്തായിട്ടുള്ള രതീഷാണ്. രതീഷ് എൻ്റെ കരിങ്കലത്താണിയിൽ സ്റ്റുഡിയോ റിനോവേഷൻ ചെയ്തത് മുതലുള്ള ഒരു ബന്ധമാണ്. ഒരുപാട് വർഷക്കാലമായിട്ട് ഒരുപാട് എൻ്റെ കെയർ ഓഫിൽ ഒരുപാട് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഓഫീസിൻ്റെ എല്ലാ വർക്കുകളും ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല രതീഷാണ്. അപ്പോൾ ഈ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് ചെയ്തെന്ന രതീഷാണ്. രതീഷിനോട് ഒരു പ്രത്യേക നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോം ഡെക്കോർ സാധനങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഹൂമിന്നാണ്. ഹൂമി ഹോം ഡെക്കോർ എന്നാണ് പെരിന്തൽമണ്ണയിൽ പുതിയതായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് എൻട്രൻസിലുള്ള ഒരു ക്യാപിറ്റൽ വില്ല എന്നുള്ളൊരു നെയിം ബോർഡ്, അതേപോലെ കുറേ കംഫർട്ട് സെറ്റുകൾ, ഇതൊക്കെ കംപ്ലീറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഹൂമിന്നാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലേക്ക് പറ്റിയ രീതിയിലുള്ള കളർ കോമ്പിനേഷനുള്ള കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ അവർക്കും ഒരു പ്രത്യേക നന്ദി പറയുകയാണ്. ഓക്കെ, പിന്നെ ഇതിനൊരു സ്പെഷ്യലായിട്ട് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനോ ഇതിൻ്റെ ഒരു ആർക്കിടെക്റ്റ് ചെയ്യാനോ ഒരാളെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് ടൈമിലൊരു പിന്നെ എന്താ പറയുക എൻജിനീയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരാളെ ഏൽപ്പിച്ചു. അദ്ദേഹം അതിൻ്റെ സ്ട്രക്ചർ വർക്കോട് കൂടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അയാളുടെ പാട്ട് ഒഴിവായി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കും ആവശ്യമായ സാധനങ്ങൾ ഞങ്ങൾ നോക്കി സെറ്റ് ചെയ്ത് പിന്നെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ രീതിയിൽ ഓരോ സ്ഥലത്തേക്കും വേണ്ട സാധനങ്ങൾ ഞങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയ്തതാണ്. അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ വൈഫാണ്, ഷെറീനയാണ്. കാരണം അവൾ ഓരോ സമയങ്ങളിലും ഓരോ സ്ഥലത്തേക്കും ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കി എടുത്തിട്ട് അതിൻ്റെയോട് ഷെയർ ചെയ്യും. അപ്പോൾ ഞാനും ആ ഷെയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഞാനും കൂടെ ഇടപെട്ടിട്ട് അവളുടെയും അതേപോലെ പിന്നെ എൻ്റെയും അതേപോലെ മക്കളുടെയും എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു വീടാണിത്. ഇതിൽ ഒരാളുടെയും പിന്നെ എന്താ പറയുക ഒരു ഐഡിയാസോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഫിൻ്റെ ഒരു എഫേർട്ടാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ ഓരോ പെയിൻറ്റ് നോക്കുമ്പോഴും പെയിൻറ്റിൻ്റെ ഷോപ്പിൽ നോക്കുമ്പോഴും ഞങ്ങൾ 4-5 പെയിൻറ്റിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇവിടെ ചുമരുമ്പോൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിൽ ഒരു 1 ലിറ്ററിൻ്റെ അതൊക്കെ കൊടുന്ന് അടിച്ച് നോക്കിയിട്ട് അതൊക്കെ നോക്കി പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഞങ്ങളിതിനൊരു കോമ്പിനേഷൻ ചെയ്തത്. അൽഹംദുലില്ലാ വന്ന ആൾക്കാർക്കൊക്കെ അത് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും ഇതിൻ്റെ ഒരു തീമും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചറും അതേമാതിരി ഇതിൻ്റെ ഒരു കോണിയുടെ ഒരു സ്ട്രക്ചറൊക്കെ ഒരു പ്രത്യേക ഇതാണ്. നമുക്ക് കൂടുതൽ സ്ഥലം മുടക്കാത്ത രീതിയിലൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയ നമ്മൾ വരച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്യിപ്പിച്ചതാണ്.
അപ്പോൾ എന്തായാലും മാഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതിന് പ്രത്യേകം അള്ളാഹുവിനോട് പ്രത്യേക ഒരു നന്ദി പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് കൂടുതലൊന്നും പറയാനില്ല. ഇൻഷാ അള്ളാഹ് വിളിച്ച ആൾക്കാർ എല്ലാവരും ഞങ്ങളോട് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തു. എല്ലാവരെയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റി. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും പറ്റി. പിന്നെ നമ്മൾ ചെറിയൊരു ഇവൻ്റൊക്കെ വെച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ ക്യാപിറ്റോളിൻ്റെ ടീം നമുക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ടൊരു സംഭവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ആകാശ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ മക്കളുടെ ഫ്രണ്ട്സുകൾ അവരുടേതായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. മോളുടെ കുറേ ഡ്രസ്സ് പിന്നെ ഡാൻസ് ഐറ്റംസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇവളുടെ ഫ്രണ്ട്സുകളുടെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ മോൻ്റെ ഫ്രണ്ട്സുകളെ മംഗലാപുരത്ത് വന്ന് അവരുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ മോൻ്റെ കുറച്ച് ഓട്ടോ ഷോ ഉണ്ടായിരുന്നു. കുറച്ച് കാറ് കൊണ്ടുള്ള കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും മക്കളാണെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ടീം മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളുടെയും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല ഒരു ഇവൻ്റ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. മാഷാ അല്ലാഹ്. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഡ്രസ്സ് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. അത് ഞാൻ പിന്നെയും പറഞ്ഞാണ് നിങ്ങൾ ബോറടി. ഡ്രസ്സായിരുന്നു ഞങ്ങളുടെ അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ചെയ്ത് തന്നു. പിന്നെ അതിൽ ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ അന്ന് ഉച്ചക്കാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് സെറ്റായിട്ട് തന്നത്. നമുക്കൊന്ന് ഫിറ്റ് നോക്കാനും കൂടി സമയം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിലൊരു പെട്ടെന്നൊരു ബന്ധു വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫിറ്റ് നോക്കാം. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തന്നു. എന്തായാലും എല്ലാ കാര്യങ്ങളും അടിപൊളിയായി. അപ്പം ഇനി എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ സന്തോഷത്തോടെ താമസിക്കാനുള്ളൊരു അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ നിങ്ങളെ എല്ലാവരുടെയും ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടാവണം. അത്രേ ഉള്ളൂ പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ഹോം ടൂർ കാര്യങ്ങളൊക്കെ മക്കളുടെ ഭാഗങ്ങളിലെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. പക്ഷേ ഇതെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു വീടിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ആളുകളെ സ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരവും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടുമാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതും അത് ഞാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ പിന്നാലെ വിടും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ.